Hi everyone, welcome back to Chinnus Taste Buds. ഞാൻ ഇന്ന് ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കസ്റ്റേർഡ് പൗഡറിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: പാല് 1/2 ലിറ്റർ, 8 ടേബിൾ സ്പൂൺ പഞ്ചസാര, കസ്റ്റേർഡ് പൗഡർ 4 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് കസ്റ്റേർഡ് പൗഡറും പാലും കൂടെ കുറച്ച് പാലെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാര്യം നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ 1/2 ലിറ്റർ പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എല്ലാ പാലിലേക്കും കൂടെ കസ്റ്റേർഡ് പൗഡർ ഒരുമിച്ച് മിക്സ് ചെയ്യരുത്. കുറച്ച് പാലിൽ ആദ്യം കസ്റ്റേർഡ് പൗഡർ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ കസ്റ്റേർഡ് തയ്യാറാക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പാലിലേക്ക് പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമനുസരിച്ച് എടുക്കാം. പഞ്ചസാരയും ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ഞാനിവിടെ ഹോം മെയ്ഡ് കസ്റ്റേർഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. പാല് നമ്മൾ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് പാലൊന്ന് തിളക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും നമുക്ക് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യണം. കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ താഴെ കസ്റ്റേർഡ് പൗഡർ അടിഞ്ഞു കൂടിയതുണ്ടാവും. തുടരെ ഇളക്കിക്കൊണ്ട് തന്നെ വേണം കസ്റ്റേർഡ് പൗഡർ പാലിലേക്ക് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ പാലും കസ്റ്റേർഡ് പൗഡറും കൂടെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റേർഡ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കസ്റ്റേർഡ് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം കസ്റ്റേർഡ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ തുടരെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു മിക്സിങ്ങിലാണ് കസ്റ്റേർഡ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ കസ്റ്റേർഡ് അടി പിടിച്ചാൽ തന്നെ വല്ലാത്തൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കസ്റ്റേർഡ് നല്ല കുറുകി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഒരുവിധം തിക്കായി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് നേരം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ കസ്റ്റേർഡ് അടി പിടിക്കും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചൂടാറാൻ വെക്കുമ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മുകളിൽ പാട കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് വേണം ചൂടാറാൻ വെക്കാൻ. ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ താഴെ വേണം വെക്കാനായിട്ട്. ഇനി ആ സമയത്തിന് നമുക്കിതിന് വേണ്ട ഫ്രൂട്ട്സും സിറപ്പും തയ്യാറാക്കാം. ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കസ്റ്റേർഡിന് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അത് തന്നെ നമ്മുടെ കസ്റ്റേർഡിന് ആവശ്യമുള്ള മധുരം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിൽ ആ മധുരം ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സിറപ്പ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരുപാട് കട്ടിയാവണമെന്നും ഇല്ല. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം.
മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു ലെവലാണ്, മധുരത്തിൻ്റെ കറക്റ്റ് പാകത്തിന് ആണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ കുറച്ച് അളവൊന്ന് കുറച്ചെടുത്താൽ മതി. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇതിനാവശ്യമുള്ള ഫ്രൂട്ട്സ് അരിഞ്ഞു വെക്കണം. ഫ്രൂട്ട്സും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് മാങ്ങ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത്, പോമഗ്രാനൈറ്റ്, കുറച്ച് ഗ്രേപ്സ്, ഒരു ആപ്പിളുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചിലപ്പോൾ കുറച്ചൊന്ന് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമ്മുടെ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പോമഗ്രാനൈറ്റ് ഞാനിവിടെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് ആ ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് പോമഗ്രാനൈറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി കുറച്ച് നേരം വരെ ഒരു 3 മണിക്കൂർ കസ്റ്റേർഡും ഈ ഫ്രൂട്ട് സിറപ്പും ഫ്രൂട്ട്സും കൂടെ ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ 3 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുള്ള കസ്റ്റേർഡും ഫ്രൂട്ട്സുമാണ്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഫ്രൂട്ട്സ് നമ്മളിങ്ങനെ അരിഞ്ഞു വെക്കുന്നതുകൊണ്ട് തന്നെ ആ ഫ്രൂട്ട്സിൽ നല്ല അരിഞ്ഞ് ഷുഗർ സിറപ്പിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഫ്രൂട്ട്സിൽ നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഗ്ലാസ് ബൗളിലേക്ക് കസ്റ്റേർഡും ഫ്രൂട്ട്സും സെർവ് ചെയ്യാം. കസ്റ്റേർഡ് സെർവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാര്യം ഇപ്പോൾ തന്നെ നമ്മുടെ കസ്റ്റേർഡ് നല്ല കട്ടി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള പരുവം ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഈ ഷുഗർ സിറപ്പ് ഒട്ടും തന്നെ കസ്റ്റേർഡിലേക്ക് വീഴാതെ ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സ് മാത്രമായിട്ട് ഇതിൽ നിന്ന് എടുത്ത് സെർവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റേർഡ് ഒരുപാട് ലൂസായി പോവും. അതുകൊണ്ട് ഫ്രൂട്ട്സ് മാത്രം ഇതിൽ നിന്ന് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്ത് സെർവ് ചെയ്യുക. അതിന് മുകളിലേക്ക് കുറച്ചുകൂടെ കസ്റ്റേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ചുകൂടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അങ്ങനെ ലെയറായിട്ട് സെർവ് ചെയ്യാം നമുക്ക്. കുട്ടികൾക്കൊക്കെ ഈ ചൂട് സമയത്ത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഫ്രൂട്ട് കസ്റ്റേർഡ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും കുറച്ചുകൂടെ കസ്റ്റേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഗ്രേപ്സ് സ്ലൈസ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ഗ്രേപ്സിൻ്റെ എഡ്ജ് സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എഡ്ജ് പോർഷൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് പോമഗ്രാനൈറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കസ്റ്റേർഡ് പൗഡറാണ്. അതിൻ്റെ
ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോയും കൂടെ കാണുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.